SSLCയുടെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 3 മാസത്തിനകം നൽകുവാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഉന്നത പഠനത്തിനും ജോലിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ മാർക്ക് ലിസ്റ്റ് SSLC പരീക്ഷ പാസ്സായി 2 വർഷക്കാലം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യം ആലോചിക്കാമെന്ന് വച്ചിട്ടുള്ളത്. SSLC ഒഴികെയുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പ്രഥമ അധ്യാപകരുടെ ലോഗിൻ മുഖേന ഓൺലൈനായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്റെ കാലതാമസം ഒഴിവാക്കുവാൻ ഇത് സഹായകരമാകും. ആദ്യപടി എന്ന നിലയിൽ LSS, USS പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. LSS, USS പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് അവാർഡ് 30 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വിതരണം ചെയ്യുന്നതാണ്. ഒരു ചോദ്യം ഒഴിവാക്കാമല്ലോ. പൈസ പോവാം. നമുക്കിപ്പോ ജില്ലാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിൽ വിജയിച്ചവരുടെ എണ്ണം, വിജയിച്ചവരെന്ന് വെച്ചാൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 34,077. ഇവിടെ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉള്ളത് 37,581. 37,581. നമുക്കിതിന്റെ നോട്ട് തരാം എല്ലാവർക്കും. വൊക്കേഷൻ ഹയർ സെക്കൻഡറി സീറ്റുകൾ 3,330. അങ്ങനെ ആകെ 40,911 സീറ്റാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കൊല്ലത്ത് വിജയിച്ചവർ 30,144. ഹയർ സെക്കൻഡറി സീറ്റുകൾ അവിടെ ഉള്ളത് 31,182. വൊക്കേഷൻ ഹയർ സെക്കൻഡറി സീറ്റുകൾ 4,800. ആകെ സീറ്റുകൾ 35,982. വേണ്ട, അത് പറയാം. വേണ്ട, ശരി, പറയാം. എന്നാലും നിങ്ങൾക്ക് തരുന്ന പേപ്പറിൽ അതും കൂടെ തന്നേക്കാം. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ. നമ്മൾ കഷ്ടപ്പെട്ട് എഴുതി കൊണ്ടുവന്നതല്ലേ. പറയാമേ, അതിലുണ്ട്. ഞാൻ ഹയർ സെക്കൻഡറി മേഖല ആകെ സീറ്റുകൾ 4,33,231. ഹയർ സെക്കൻഡറിയിൽ മാത്രം 4,33,231. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ ആകെ സീറ്റുകൾ
33,030. അതെ, +1 പഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ 4,66,261. 4,66,261. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റുകൾക്ക് പുറമെ ഉപരിപഠനത്തിൽ ലഭ്യമായ സീറ്റുകൾ IT മേഖലയിൽ ആകെ സീറ്റുകൾ 61,429. 61,429. പോളിടെക്നിക് മേഖലയിൽ ആകെ സീറ്റുകൾ 9,990. എല്ലാ മേഖലകളിലുമായി ഉപരിപഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ 5,37,680. 5,37,680. 178 താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 11,965. 11,965. മാർജിനൽ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാകുന്ന ആകെ സീറ്റ് 73,724.